ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന +2 പ്രിലിംസ് 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടി PSC മുൻവർഷം ചോദിച്ച ടോപ്പ് 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഇപ്പോഴും പ്രീവിയസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എ പേഴ്സൺ ഹു ഫൈൻഡ്സ് പ്ലഷർ ഇൻ സഫറിംഗ്, പെയിൻ, ഹ്യൂമിലിയേഷൻ എക്സെട്ര ഈസ് നോൺ ആസ്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് പ്ലഷർ ഇൻ സഫറിംഗ്, പെയിൻ, ഹ്യൂമിലിയേഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? മാസോച്ചിസ്റ്റ് ആണ്. മാസോച്ചിസ്റ്റ് അതായത് ആത്മനിന്ദയിലൂടെ സന്തോഷം കണ്ടെത്തുന്നവൻ. ആത്മനിന്ദയിലൂടെ സന്തോഷം കണ്ടെത്തുന്നവൻ എന്നാണ് മാസോച്ചിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. മീസോഗൈനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വൺ ഹു ഹേറ്റ്സ് വിമൻ കൈൻഡ് അല്ലെങ്കിൽ വൺ ഹു ഹേറ്റ്സ് വിമൻ ഈസ് നോൺ ആസ് മീസോഗൈനിസ്റ്റ്. മീസോഗ്യാമിസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? എ മാരേജ് ഹേറ്റർ. വിവാഹം ഇഷ്ടപ്പെടാത്ത ആളെയാണ് മീസോഗ്യാമിസ്റ്റ് എന്ന് പറയുന്നത്. മിസാൻഡ്രോപിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യവിരോധി. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആണ് മിസാൻഡ്രോപിസ്റ്റ്. വൺ ഹു ലവ്സ് മാൻകൈൻഡിന് എന്താ പറയാ? ഫിലാന്ത്രോപിസ്റ്റ്. ഫിലാന്ത്രോപിസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്. ആഡ് ക്വസ്റ്റ്യൻ ടാഗ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട്. ഇവിടെ ഓക്സിലറി വേർബ് ഉണ്ടോ? ഓക്സിലറി വേർബ് ഇല്ല. അതുകൊണ്ട് മെയിൻ വേർബായ അണ്ടർസ്റ്റാൻഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഡു പ്ലസ് അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഓക്സിലറി വേർബ് കിട്ടി ഡു. ഓക്കെ, ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി ഡോണ്ട് യു ആണ് ഉത്തരം. ഓക്കെ, ഡോണ്ട് യു. അപ്പൊ അണ്ടർസ്റ്റാൻഡ് സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് അണ്ടർസ്റ്റാൻഡ്, അതിൽ നിന്ന് ഡു എന്ന ഓക്സിലറി വേർബ് എടുത്തു. അടുത്ത ചോദ്യം, ഷീ ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ഹിസ് മദർ ലാസ്റ്റ് ഇയർ. അപ്പൊ ഞാൻ നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ അതൊക്കെ വരുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഏതാണ്? ലോസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ വേർബിന്റെ രണ്ടാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് V2. അപ്പോൾ ഷീ ടോൾഡ് മീ ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് മദർ ലാസ്റ്റ് ഇയർ. ഓക്കെ, അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ഗീവ് ഹിം എ ബുക്ക്. ഗീവ് ഹിം എ ബുക്ക് എന്നുള്ള സെന്റൻസിന്റെ പാസീവ് ഫോം കണ്ടെത്താനാണ്. ഇവിടെ സെന്റൻസ് എന്ത് ടൈപ്പ് സെന്റൻസാ? ഇംപരേറ്റീവ് സെന്റൻസ് ആണെന്ന്. എങ്ങനെ മനസ്സിലായി? വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ ഇംപരേറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഒക്കെ ആണെങ്കിൽ ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇംപരേറ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കുമ്പോൾ ലെറ്റിലാണ് തുടങ്ങേണ്ടത്. ഏതിലാണ് തുടങ്ങേണ്ടത്? ലെറ്റിലാണ് തുടങ്ങേണ്ടത്. അപ്പൊ ലെറ്റിൽ തുടങ്ങി. ഇനി പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഏതിലാണ്? ഒബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് എ ബുക്ക്. പിന്നെ ബി ഗിവൺ ടു ഹിം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പാസീവിലേക്ക് ആക്കുമ്പോൾ ലെറ്റ് ബി ആണ് യൂസ് ചെയ്യേണ്ടത് പ്ലസ് V3. അപ്പൊ ലെറ്റ് എ ബുക്ക് ബി ഗിവൺ ടു ഹിം ആണ് ഉത്തരം. അടുത്ത ചോദ്യം, we can just dash the outline of those distant mountains. എന്താ വരുന്നത്? മേക്ക് ഔട്ട് ആണ് വരുന്നത്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ മേക്ക് ഔട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ we can just understand the outline of those distant mountains. അപ്പൊ മേക്ക് ഔട്ട് ആണ് യൂസ് ചെയ്യാനുള്ളത്, അണ്ടർസ്റ്റാൻഡ്. മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ചമയം. അതായത് നമ്മൾ മേക്കപ്പ് ഇടത്തില്ലേ, ചമയം ആണ് മേക്കപ്പ് എന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം. മേക്ക് ഫോർ എന്ന് വെച്ചാൽ അഭിപ്രായം അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക എന്നുള്ള മീനിങ് ആണ് മേക്ക് ഫോർ. ഇനി മേക്കപ്പ് ഫോർ എന്ന് വെച്ചാൽ എന്താ? മേക്കപ്പ് ഫോർ എന്ന് വെച്ചാൽ ടു ഡു സംതിങ് ദാറ്റ് കറക്ട്സ് എ ബാഡ് സിറ്റുവേഷൻ. ടു ഡു സംതിങ്
that corrects a bad situation. അതാണ് make up for എന്ന phrasal verbന്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം. I saw this film a week ago. He said. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് he said thatലാണ്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പൊ he said that, I എന്തായിട്ട് മാറും? he ആയിട്ട് മാറും. so എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതായത് V2 ആ. അപ്പൊ V2 എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അപ്പൊ സോ എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആ. അപ്പൊ ഹാഡ് സീൻ ആയിട്ട് മാറണം. അപ്പൊ he said that he had seen വരുന്ന ഓപ്ഷൻ ഏതാണ്? രണ്ട് ഓപ്ഷനിലുണ്ട് അല്ലെ. അപ്പൊ he had seen this film എന്നുള്ളത് the film അല്ലെങ്കിൽ that film എന്നാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ the film. ഓക്കെ, a week ago എന്നുള്ളത് എന്താവും? ബിഫോർ എന്നാകും. ഓപ്ഷൻ ഡിയിലെ എഗോ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ he said that he had seen the film a week before. അടുത്ത ചോദ്യം. She is dash, she behaves like her mother. അപ്പോ she is dash, she behaves like her mother. അവിടെ എന്താ ചേർക്കാനുള്ള ഇഡിയം എന്ന് പറയുന്നത്? അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരുടെ അതേ സ്വഭാവമുള്ള മക്കൾ എന്ന് യൂസ് ചെയ്യുന്ന ഇഡിയമാണ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് ആണ്. പക്ഷെ ഇതിൽ ഉത്തരം ഇല്ല. OFF ആണ് വരാനുള്ളത്. എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഓക്കെ, ഓപ്ഷൻ ഡി വന്നേനെ, പക്ഷെ ഇവിടെ ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് എന്താണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരുടെ അതേ സ്വഭാവമുള്ള മക്കളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ആക്സസ് ഡാഷ് ഗുഡ് ബുക്സ്. ആക്സസ് ടു സംതിങ് ആണ്. ആക്സസ് ടു ഗുഡ് ബുക്സ് അതായത് പ്രാപ്യമായിരിക്കുക. സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ആക്സസ് ടു ഗുഡ് ബുക്സ് ആണ്. പ്രാപ്യമായിരിക്കുക എന്നുള്ള മീനിങ് ആണ്. അടുത്തത്. മാൻ തോ ആർട്ട് ഡാഷ് വണ്ടർഫുൾ ആനിമൽ. അപ്പോ ഇവിടെ ഒരു എന്ന അർത്ഥത്തിൽ എന്താ ചേർക്കാനുള്ളത്? എ ആണ് ചേർക്കാനുള്ളത്. കൂടാതെ വണ്ടർഫുൾ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരം അല്ലേ? വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആർട്ടിക്കിൾ എന്താണ്? എ ആണ്. സ്വരാക്ഷരമാണെങ്കിൽ ആർട്ടിക്കിൾ ആൻ ആണ്. എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ മാൻ തോ ആർട്ട് എ വണ്ടർഫുൾ ആനിമൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ തോ ആർട്ട് എന്ന് വെച്ച അർത്ഥം എന്താണ്? യു ആർ. തോ ആർട്ട് എന്ന് വെച്ചാൽ എന്താ? യു ആർ എന്നാണ് മീനിങ്. അടുത്ത ചോദ്യം. ഇഫ് യു ഡ്രോപ്ഡ് ദ പ്ലേറ്റ് ഡാഷ്. കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ക്ലോസിലെ രണ്ടാമത്തെ കണ്ടീഷൻ ആണ്. ഇഫ് ക്ലോസില് V2 വന്നാൽ, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്താ ചേർക്കേണ്ടത്? വുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1, ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറ്റ് വുഡ് ബ്രേക്ക് ആണ്. അപ്പൊ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? V1 ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓപ്പോസിറ്റ് ഓഫ് റെപ്യൂഡിയേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അഫേം എന്നുള്ളതാണ്. അഫേം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉറപ്പിക്കുക എന്നതാണ്. ലോട്ട്സ് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. അപ്പോ ഇവിടെ ലോട്ട്സ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന് ശേഷം ഏത് ടൈപ്പാ യൂസ് ചെയ്യേണ്ടത്? സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലാർ വെർബ്. അൺകൗണ്ടബിളിന് ശേഷം സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അറിയാത്തവർക്കാണെങ്കിൽ എന്ത് ടെക്നിക്ക് പ്രയോഗിക്കാം? ഓപ്ഷനിലേക്ക് നോക്കുക, ഓഡ് വൺ ഔട്ട് പിക്ക് ചെയ്യുക. ഇവിടെ വേർ, ആർ, ഹാവ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ ആണ്. ഇവിടെ സിംഗുലർ ആയിട്ട് ഒറ്റ എണ്ണം മാത്രമേ ഉള്ളൂ, വാസ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഡ് വൺ ഔട്ട് ആയിരിക്കും എപ്പോഴും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിന് ശേഷം സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം. വി കുഡ് ഡാഷ് റീച്ച് ദെയർ. നെവർ ആണ് വരുന്നത്. അതായത് അവിടെ എത്താനാകില്ല എന്ന അർത്ഥം. അർത്ഥമാണ് വി കുഡ് നെവർ റീച്ച് ദെയർ. അടുത്ത. എ ഹിസ്റ്റോറിയൻ മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ ഇൻ ദ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്. ചൂസ് ദ സിനോണിം ഓഫ് ട്രൂത്ത്ഫുൾ. ട്രൂത്ത്ഫുളിന്റെ സിനോണിം ആണ് വെറേഷ്യസ്.
വെറേഷ്യസ് ആണ്. ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. കറക്ട്ലി സ്പെൽഡ് വേർഡ് ഏതാ? അമാൽഗമേഷൻ ആണ്. അമാൽഗമേഷൻ. AMALGAMATION ആണ് അമാൽഗമേഷൻ. അനക്സേഷന്റെ സ്പെല്ലിംഗ് എന്താ തെറ്റിപ്പോയത്? ANNEXATION ആണ് അനക്സേഷൻ. ANNEXATION. അലിഗേഷൻ എന്ന് പറയുന്നത് ALLEGATION ആണ് അലിഗേഷൻ. ALLE രണ്ടെല്ലുണ്ട്, GATION. അബ്രിവേഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി? 2B വരും. ABBREVIATION ആണ് അബ്രിവേഷൻ. ABBREVIATION. അടുത്ത ചോദ്യം, ഷി ഹാസ് വൺ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കോമ്പറ്റീഷൻ. വി ഷുഡ് ഗീവ് ഹർ എ ഡാഷ്. പ്രൈസ് ആണ്. PRISD ആണ് പ്രൈസ്. ഓക്കെ, ഇനി പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? വില എന്നാണ് മീനിങ്. പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? പുകഴ്ത്തുക. പ്രൈസ് എന്ന് വെച്ചാൽ പുകഴ്ത്തുക, പ്രൈസ് എന്ന് വെച്ചാൽ വില, പ്രൈസ് എന്ന് വെച്ചാൽ സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഡാഷ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ഇംപാർട്ടഡ് ടു ചിൽഡ്രൻ ഇൻ ദിസ് വില്ലേജ് ഈസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ്. അപ്പോ എന്ത് വിദ്യാഭ്യാസമാണ്? എലിമെന്ററി വിദ്യാഭ്യാസം. എലിമെന്ററി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം. ഈ വില്ലേജിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ എലിമെന്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അടിസ്ഥാന വിദ്യാഭ്യാസം. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം. ചൂസ് ദ കോമ്പിനേഷൻ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പൊ പോസിബിൾ അല്ലാത്തത് എ ഫെയർ കളർ എന്നുള്ള കോമ്പിനേഷൻ ആണ് പോസിബിൾ അല്ലാത്തത്. അതെന്തുകൊണ്ടാ? കളറിനൊപ്പം ഫെയർ ഉപയോഗിക്കാറില്ല. ഫെയർ എന്ന് വെച്ചാൽ പ്രസന്നമായ അല്ലെങ്കിൽ ഉചിതമായ അങ്ങനെയൊക്കെയുള്ള മീനിങ്ങിലാണ് നമ്മൾ ഫെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫെയർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഉചിതമായ ഡിസിഷൻ. ഫെയർ ഗേൾ എന്ന് പറഞ്ഞാൽ അഴകുള്ള കുട്ടി, ഭംഗിയുള്ള കുട്ടി, അങ്ങനെയൊക്കെ സൗന്ദര്യമുള്ള കുട്ടി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. കളറിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാറില്ല? ഫെയർ ഉപയോഗിക്കാറില്ല. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹാവ് യു ഫോർഗോട്ടൻ ടു ഡു യുവർ ഹോംവർക്ക്. ഹാവ് യു ഫോർഗോട്ടൻ ടു ഡു യുവർ ഹോംവർക്ക് ആണ്. എന്തുകൊണ്ടാണ്? ഫോർഗെറ്റിന്റെ കൂടെ ടു ഡു സംതിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി ഓപ്ഷനിലൊന്നും അങ്ങനെ ഇല്ല. ഫോർഗോട്ടൻ, അതായത് ഫോർഗെറ്റിനോട് ഡൂയിങ് വന്നു, ഫോർഗോട്ട് ഡൂയിങ് വന്നു, ഫോർഗോട്ട് ഹോംവർക്ക്, അതൊക്കെ തെറ്റാ. ഫോർഗെറ്റിന്റെ കൂടെ ടു ഡു സംതിങ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഓക്കെ, അപ്പൊ ഫോർഗോട്ടൻ ടു ഡു യുവർ ഹോംവർക്ക്. അടുത്ത ചോദ്യം, ഐ ഡാഷ് ഹിം ഓൺലി വൺ ലെറ്റർ അപ് ടു നൗ. കൃത്യമായ സമയം സൂചിപ്പിക്കാത്ത പാസ്റ്റ് ടൈമിലെ ആക്ഷൻ. പാസ്റ്റ് ടൈമിലെ ആക്ഷൻ ആണ്, കൃത്യമായ സമയം സൂചിപ്പിച്ചിട്ടില്ല. ആ ഒരു കണ്ടീഷനിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായ സമയം സൂചിപ്പിക്കാത്ത പാസ്റ്റ് ടൈമിലെ ആക്ഷൻ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുക. ഐ ഹാവ് സെൻഡ് ഹിം ഓൺലി വൺ ലെറ്റർ അപ് ടു നൗ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ ചാനലില് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ സിലബസ് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് മറക്കണ്ട, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.